വിഷയത്തിൽ RCCക്ക് എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം. ദൃശ്യങ്ങളിൽ പ്രചരിക്കുന്ന മെഡിക്കൽ മാലിന്യങ്ങൾ RCCയുടേതല്ല എന്നാണ് സൂപ്രണ്ട് ഡോക്ടർ ലിജീഷ് 24നോട് പ്രതികരിച്ചത്. സംഭവത്തിൽ സർക്കാരിന് RCC ഒരു വിശദീകരണവും നൽകിയിട്ടുണ്ട്. തമിഴ്നാട് തിരുനെൽവേലിയിൽ ആശുപത്രി മാലിന്യം തള്ളിയ സംഭവത്തിൽ തമിഴ്നാട് സർക്കാർ നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. തിരുവനന്തപുരം RCC ഉൾപ്പെടെയുള്ള ആശുപത്രികളിൽ നിന്നുള്ള ബയോമെഡിക്കൽ മാലിന്യം തള്ളിയെന്നതാണ് പ്രധാനപ്പെട്ട ആരോപണം. ഈ വിഷയത്തിൽ RCCക്ക് എന്ത് പറയാനുള്ളതെന്ന് പരിശോധിക്കാം. തിരുനെൽവേലിയിൽ മെഡിക്കൽ മാലിന്യങ്ങൾ തള്ളിയ സംഭവത്തിൽ ഒരു വീഴ്ചയും ഉണ്ടായിട്ടില്ല എന്നാണ് RCCയുടെ വിശദീകരണം. ബയോമെഡിക്കൽ മാലിന്യം IMAയുടെ കീഴിലുള്ള ഇമേജും പൊതുമാലിന്യം സുനേജ് ഇക്കോ സിസ്റ്റം പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിക്കുമാണ് നൽകിയത്. ഇതിനായി പ്രത്യേക പ്രോട്ടോകോൾ പാലിക്കുന്നുണ്ടെന്നും RCC. നമ്മുടെ വേസ്റ്റ് എവിടെയാണോ വേസ്റ്റ് സൃഷ്ടിക്കപ്പെടുന്നത് ആ സ്ഥലത്ത് വെച്ച് തന്നെ അത് പ്രോപ്പറായിട്ട് സെഗ്രിഗേറ്റ് ചെയ്യും. അപ്പം ഞങ്ങൾക്ക് ഈ വേസ്റ്റിനെ ബയോ ഹസാർഡ് വേസ്റ്റായിട്ട് ഉള്ള വേസ്റ്റുകളുണ്ട്. അവ ചുമപ്പ്, അതുപോലെ മഞ്ഞ, അതുപോലെ മഞ്ഞയിൽ സൈറ്റോടോക്സിക് എംബ്ലം ഉള്ളത്, ഈ രീതിയിൽ വേർതിരിച്ച് അത് നമ്മുടെ ഇമേജാണ് കൊണ്ടുപോകുന്നത്. ഒരു ദിവസവും വരികയും അത് കളക്ട് ചെയ്യുകയും ചെയ്യും. യാതൊരുവിധ ബോഡി ഫ്ലൂയിഡ്സും കണ്ടാമിനേറ്റഡ് അല്ലാത്ത പ്ലാസ്റ്റിക് വേസ്റ്റ് ഉണ്ട്. അതുകൂടാതെ പേപ്പർ വേസ്റ്റ്, ഇത് വേറൊരു കമ്പനിയുമായിട്ട് നമ്മൾ ഔട്ട്സോഴ്സ് ചെയ്ത് അവരെയാണ് വേസ്റ്റ് ഏൽപ്പിക്കുന്നത്. അവർ ഒന്നിടവിട്ട ദിവസങ്ങളിൽ അത് കളക്ട് ചെയ്യുകയും അവരുടെ തന്നെ ഉത്തരവാദിത്തത്തിൽ അത് സംസ്കരിക്കുകയുമാണ് ചെയ്യുന്നത്. ആ ഗ്രീൻ ബാഗിൻ്റെ ഇമേജ് കാണുമ്പോൾ ഇതുപോലെയുള്ള ഒരു എംബ്ലമാണ് ആ ഒരു ഗ്രീൻ കവറിൽ ഞങ്ങൾ കണ്ടത്. പക്ഷേ ആ എംബ്ലം ബയോ ഹസാർഡിനെയാണ് സൂചിപ്പിക്കുന്നത്. RCCയിലെ ഈ പറയുന്ന ഗ്രീൻ കളറിലുള്ള വേസ്റ്റ് കവർ ഇതാണ്. ഇതിനകത്ത് യാതൊരു തരത്തിലുള്ള എംബ്ലവും ഇല്ല. ഇത് RCCക്ക് വേണ്ടി ഒരു ബയോഡിഗ്രേഡബിൾ വേസ്റ്റ് കളക്ട് ചെയ്തോന്നേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാവുന്നതാണ് ആ വേസ്റ്റ് കവർ RCCയുടേതല്ല. അതേസമയം RCCയുടെ ബയോ ഹസാർഡ് വേസ്റ്റ് കളക്ട് ചെയ്യുന്നത് ചുമപ്പ്, മഞ്ഞ എന്നീ നിറങ്ങളിലാണ്. അതിൽ കൃത്യമായിട്ടും നിങ്ങൾക്ക് നോക്കുമ്പോൾ ഇതുപോലെ തന്നെ ബയോ ഹസാർഡ് എംബ്ലം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ RCC ആണെന്ന് സൂചിപ്പിക്കുന്ന കൃത്യമായ ബാർകോഡിങ്ങുമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊരു വിധത്തിലും ഇത്തരം വേസ്റ്റ് മറ്റ് സ്ഥലങ്ങളിൽ സ്കാറ്റർ ചെയ്യാൻ സാധിക്കുകയില്ല. എവിടെ നിന്നും ഈ ബാർകോഡ് സ്കാൻ ചെയ്യുന്നവർ കൃത്യമായി നമ്മുടെ സെൻറ്ററിൻ്റെ വേസ്റ്റാണെന്ന് മനസ്സിലാക്കാനും സാധിക്കും. ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരും മലിനീകരണ നിയന്ത്രണ ബോർഡും RCCയിൽ പരിശോധന നടത്തിയിരുന്നു. വിശദമായ റിപ്പോർട്ട് RCC സൂപ്രണ്ട് സർക്കാരിനും കൈമാറി. RCC ഇവരായിട്ടൊരു എഗ്രിമെൻ്റ് ഉണ്ട്. ഈ എഗ്രിമെൻറ്റിൽ നമ്മൾ ക്ലിയർ ആയിട്ട് അതിൽ മെൻഷൻ ചെയ്യുന്നുണ്ട്, ഈ കൊടുക്കുന്ന വേസ്റ്റ് ഓരോന്നും പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യണം, അത് അവരുടെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് നമ്മൾ എഗ്രിമെൻറ്റിൽ അവരായിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് അവരോട് സംസാരിച്ച് അവർ എഗ്രി ചെയ്യുന്നു. അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരവാദിത്തം അവരെ ഏറ്റെടുക്കാമെന്ന് അവർ എഗ്രി ചെയ്തിരിക്കുന്നു. മിനിസ്റ്റർ നമ്മളെ വിളിച്ച് സംസാരിച്ചിരുന്നു, മാഡത്തോട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിരുന്നു. പിന്നെ ഈ ഗ്രീൻ ട്രൈബ്യൂണലിൻ്റെ ലെറ്റർ വന്നു, അതിന് ഞങ്ങൾ ഒരു റിപ്ലൈ പ്രിപ്പയർ ചെയ്യണം. ഇന്ന് അവർക്ക് റിപ്ലൈ സബ്മിറ്റ് ചെയ്യും. മാലിന്യക്കൂനയിൽ നിന്ന് ആശുപത്രി രേഖകൾ കണ്ടെത്തിയ സംഭവത്തിൽ ഉൾപ്പെടെ വിശദമായ അന്വേഷണം നടക്കുകയാണ്. RCC കരാർ നൽകിയ കമ്പനി ഉപകരാർ നൽകിയിരുന്നു. മാലിന്യം തള്ളിയതിന് പിന്നിൽ ഉപകരാറെടുത്ത ആളുകളെന്നാണ് പ്രാഥമിക നിഗമനം. MG പ്രതീഷ്, 24, തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. RCC ഒരു കരാർ നൽകുന്നു, ആ കമ്പനി ഒരു ഉപകരാർ നൽകുന്നു. ആ ഉപകരാർ നൽകിയ കമ്പനിയാണ് ഈ കൃത്യത്തിന് പിന്നിലെന്നുള്ളതാണ് ഇതുവരെ വ്യക്തമാകുന്നത്. അതിൽ സമഗ്രമായ അന്വേഷണം വേണ്ടിവരും. നാണക്കേടാണ് കേരളത്തിനാകെ. അതുകൊണ്ട് അതിൽ അടിയന്തര നടപടി ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് കരുതാം.